ഹലോ, ഈ കാണുന്ന 4 മാസം പ്രായമുള്ള ബെബുവാണ് ഇന്ന് നമുക്ക് ഗ്രൂമിങ്ങിന് വന്നിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, പക്ഷേ ഇത് നമ്മളുടെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെഡിക്കൽ വാഷാണ്. നമ്മൾ E6 വാഷാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പപ്പി ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ബേസിനിൽ ആദ്യം വെള്ളം നിറച്ചതിന് ശേഷം അപ്ലൈ ആണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പപ്പി ആദ്യം അതിനകത്ത് നിർത്തുക. കുറച്ച് നേരം നിർത്തിയതിന് ശേഷം ദേഹത്തെല്ലാം നല്ല പോലെ നമ്മൾ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതൊരു 15 മിനിറ്റ് പ്രോസസ്സാണ് വരുന്നത്. അതിനുശേഷം നമ്മളൊന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടി നിർത്തുക. ഡ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് വെള്ളമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ടീഷണറും അതുപോലെ തന്നെ ഷാമ്പൂ നമ്മൾ ബയോഗ്രൂമിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്ന പ്രീമിയം ഒരു പ്രോഡക്റ്റ് തന്നെയാണ് വരുന്നത്. ഷാമ്പൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും കണ്ടീഷണർ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടീഷണർ യൂസ് ചെയ്യുന്ന സമയത്ത് ദേഹത്തുള്ള വെള്ളങ്ങളും കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഗ്രൂം ചെയ്യുന്നതും അതുപോലെ തന്നെ നെയിൽ കട്ട് ചെയ്യുന്നതും എല്ലാം ഈ ഒരു പ്രോസസ്സ് വാഷിംഗ് പ്രോസസ്സിന് ശേഷമാണ് വരുന്നത്. അത് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളതും കൂടെ നോക്കുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഗ്രൂമിങ് സർവീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ ഡോർ സ്റ്റെപ്പ് സർവീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നമ്മുടെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടീം അവൈലബിലിറ്റി അനുസരിച്ച് വീട്ടിൽ വന്നവർ ചെയ്ത് തരുന്നതായിരിക്കും. അത് ഏത് ബ്രീഡാണെങ്കിലും നമുക്ക് ഇഷ്യൂസ് ഇല്ല. അത് ക്യാറ്റ്സ് ആയിക്കോട്ടെ, വലിയ ഡോഗ്സ് ആയിക്കോട്ടെ, കാറ്റിൽസ് ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും നമുക്ക് മെഷീൻസും ഉണ്ട്. അതുപോലെ തന്നെ എക്വിപ്ഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും. എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. Where stress dissolves like footprints in the sand. ഈ കാണുന്നതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. കുളിപ്പിച്ച് ഗ്രൂം ചെയ്ത് ഒന്ന് സ്റ്റൈൽ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ കാണുന്നതാണ് ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് നിങ്ങളെ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.